ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ മാറ്റല്ലേ അല്ലാ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ. അല്ലാഹു തആല പ്രവാചകന്റെ പ്രാർത്ഥനയെ അല്ലാഹ് കബൂൽ ചെയ്യാൻ. ആനവാദ്യമേള ആഘോഷങ്ങൾ, കരിമരുന്ന പ്രയോഗങ്ങൾ, കച്ചവട വാണിഭങ്ങളൊന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആണ്ടിന്റെ പേരിലോ ഉറൂസിന്റെ പേരിലോ അവിടെ നടക്കണില്ല. മറ്റുള്ള നേർച്ചപ്പട്ടികളോ ആ രീതിയിലൂടെയുള്ള കച്ചവടങ്ങളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരാധന പരിവേഷങ്ങളോ പ്രവാചകന്റെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടില്ല. ആ ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തതാണ്. അപ്പൊ ഇസ്ലാമിൽ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരോട് എതിരാവാൻ പഠിപ്പിച്ചതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഉമ്മത്ത് മുസ്ലിം ആ ഒരു വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അപകടമാണ്. കഴിഞ്ഞ ഖുത്ബയുടെ ആമുഖത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ജൂതന്മാർ ഇസ്ലാമിന്റെ പുറത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്നതിലുപരി ഇസ്ലാമിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന പല അപകടങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളുടെ പേരിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ജാറം അവര് പടുത്തുണ്ടാക്കിയത് എന്നുള്ളതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലായിരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെയോ മറ്റുള്ള പ്രഗൽഭരായ സഹാബത്തിന്റെയോ പേരിലായിരുന്നില്ല. പ്രവാചകന്റെ പേരക്കുട്ടികളുടെ പേരിൽ ഷിയായിസത്തിന്റെ അടിവേരുറപ്പിക്കാനാണ് ആദ്യത്തെ ജാറങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ളതും അവിടെ ശ്രദ്ധേയമായ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയം നമ്മളുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരുമ്പോ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഖബർ സിയാറത്ത് എന്ന മഹത്തായ ഒരു പുണ്യകർമ്മമുണ്ട്. അതിനെയല്ല നമ്മൾ എതിർക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മളുടെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ ഖബർ സിയാറത്തല്ല ഖബറാരാധന എന്നുള്ളതും കൂടെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നി ഖദ നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഇന്ന് വരെ ഖബർ സിയാറത്ത് ചെയ്യല്ലേ എന്ന് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. ആദ്യ കാലഘട്ടത്തിലെ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ്? ആളുകൾ അവിടെ പോയി സങ്കടം പറയുന്ന, അവരുടെ ആവലാദികൾ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തൗഹീദ് കൃത്യമാകുന്നത് വരെ അതിനൊരു കാലഘട്ടത്തിൽ വിലക്കിയിരുന്നു. എന്നാൽ വീണ്ടും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ല അറിയണേ, ഫസൂറുഹ, നിങ്ങൾ അതിനെ സന്ദർശിച്ചു കൊള്ളണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാണ്. നാളെ പരലോകമുണ്ടെന്ന ബോധ്യമുണ്ടാക്കാൻ നമ്മളോട് ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. മറ്റു ഇസ്ലാമിലെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഹദീസ് കാണാം, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണത്തെ പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഖബർ സിയാറത്ത് ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിനെ വിശദീകരിച്ചു വന്ന വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാം, വയരിക്കുൽ ഖൽബ, നിങ്ങളുടെ ഹൃദയത്തിന് ലോലത ഉണ്ടാക്കാനാണ്. വതുദിബിയുൽ ഐൻ, നിങ്ങളുടെ കണ്ണുകളെ ഈർണണിപ്പിക്കാനാണ്. ഫഇന്നഹാ തസ്ഹദു ഫിദ്ദുനിയ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കാനാണ് ഖബർ സിയാറത്ത് ഉള്ളത്. അപ്പൊ ഇസ്ലാമിൽ പുണ്യമായ ഒരു ഖബർ സിയാറത്ത്, മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കാൻ, പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാൻ. അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ പോയി പറയുന്ന ഒരു സലാം. ഇസ്ലാമിലെ ഖബർ സിയാറത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആ ഖബർസ്ഥാനിലൂടെ കടന്നു ചെല്ലണം, അവിടെ പോയി സലാം പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബർ നിവാസികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നിട്ട് നമ്മളോട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വാക്കില്ലേ, വ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നാളെ ഞാനും നിങ്ങളോട് കൂടെ ചേരാനുള്ളവനാണ്. നാളെ ഞാനും ഇതുപോലെ 6 അടി മണ്ണിൽ കിടക്കാനുള്ളവനാണ്. ആ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ. പിന്നെ നമ്മൾ പറഞ്ഞതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയത്തിന് ലോലതയുണ്ടാക്കാൻ, ആരോട് ദാക്ഷ്യം കാണിക്കാൻ, ആരുടെ അതിർത്തി മാന്താൻ, ആരോട് വെട്ടിപ്പിടിക്കാൻ, നമ്മളുടെ ഹൃദയത്തിന് ലോലതയുണ്ടാക്കാൻ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കാൻ. നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ പ്രിയമുള്ളവരെ, ആളുകൾക്ക് ഈ ലക്ഷ്യങ്ങൾ അറിഞ്ഞുകൂടാ. നമ്മൾ പള്ളിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങും, നാട്ടിൽ നിന്ന് ഇറങ്ങും, ഒരുപാട് പ്രസിദ്ധമായ സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി ഖബർ സിയാറത്ത് എന്ന പേരിട്ട് നമ്മൾ ഇങ്ങനെ പോവും.
ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അയലക്കാട് പോകുന്ന ആളുകളുണ്ട്, പുത്തമ്പള്ളി പോകുന്ന ആളുകളുണ്ട്, നാട് വിട്ട് നാഗൂറും അജ്മീരും ഏർവാടിയും ഒക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? എനിക്ക് നാളെ മരിക്കണം എന്നുള്ള ഓർമ്മ ഉണ്ടാക്കാനാണോ? എനിക്ക് ദുനിയാവ് വേണ്ട എന്നുള്ള ചിന്ത ഉണ്ടാക്കാനാണോ? നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, വീടിന്റെ പണി പെട്ടെന്നൊന്ന് പൂർത്തീകരിക്കാൻ ലക്ഷ്യങ്ങൾ മാറിയില്ലേ? ഇസ്ലാം പറയാൻ നിങ്ങൾക്ക് മരിക്കുമെന്ന ഓർമ്മയുണ്ടാക്കാനാണ്. അലങ്കരിച്ച ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഖബറുകൾ കാണുമ്പോ ദുനിയാവ് വേണ്ടെന്നാണോ, ദുനിയാവ് വേണമെന്നാണോ ചിന്ത ഉണ്ടാക്കുക? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലാം, സലാം പറയാ. ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കണം. നമ്മളോട് പഠിപ്പിച്ച ഖബർ സിയാറത്താൻ. നമ്മുടെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ നമ്മൾ ചൊല്ലണം, ബാപ്പാന്റെ ഖബറിന്റെ അവിടെ നമ്മൾ ചൊല്ലണം. ഒരു മടി അതിൽ കാണിക്കാൻ നിൽക്കണ്ട. ഇനി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടാണ് പോകണമെന്ന കണ്ടീഷനും വെക്കണ്ട. പ്രിയമുള്ളവരെ, പോറ്റി വളർത്തിയ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ കടന്നു വരുമ്പോ അവിടെ ഇടയിൽ ഒരു പുരോഹിതന്മാരുടെ ആവശ്യമില്ല. ചോദിക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്, ഏത് ഭാഷയും അറിയാവുന്ന അല്ലാഹുവിനോടാണ്. അവിടെ പോയി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, കടന്നു വരുമ്പോ മനസ്സിൽ വരുന്നൊരു വികാരമുണ്ടല്ലോ, അല്ലാഹുവേ എന്നെ പോറ്റി വളർത്തി എന്റെ ഉമ്മാന്റെ ഖബറാണ് റബ്ബേ, ഖബറിലെ സ്ഥിതിഗതികൾ നിനക്കറിയാലോ, എന്റെ ഉമ്മാക്ക് പൊറുച്ചു കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ, എന്റെ ഉമ്മാന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിനോട് തുലനം ചെയ്യാൻ ഏത് ഉസ്താദുമാരുടെ പ്രാർത്ഥനയുള്ളത്? പ്രിയമുള്ളവരെ, പോയിക്കൂടെ നമുക്ക്? ബാപ്പാന്റെ ഖബറിന്റെ അവിടെ കടന്നു ചെന്നൂടെ? വിശ്വാസികളുടെ ഖബറിന്റെ അവിടെ കടന്നു ചെന്നൂടെ? മഹാനായ ഇമാം മുസ്ലിം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ശറഹ് മുസ്ലിമിൽ, നിങ്ങൾ നോക്ക്, അമുസ്ലിമീങ്ങളുടെ ഖബർ വരെ നമുക്ക് സന്ദർശിക്കാം, നമ്മളിൽ മരണത്തിന്റെ ചിന്തയുണ്ടാക്കാൻ എന്ന് പഠിപ്പിച്ചതാണ്. എന്താ പറഞ്ഞേ? അമുസ്ലിമിന്റെ ഖബർ വരെ കാണാം, സന്ദർശിക്കാം. എന്തിനാ? നാളെ ഞാനും അതുപോലെ കടക്കണമെന്ന ചിന്ത ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ നമ്മൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചതാണ്. പിന്നെ എന്തിനെയാണ് നമ്മൾ എതിർക്കപ്പെടുന്നത്? അവിടെ നമ്മൾ ആലോചിക്കണം. ആ ഖബറിനെ ആരാധന കേന്ദ്രങ്ങളാക്കുമ്പോൾ, ആ ഖബറിങ്കിൽ കച്ചവടത്തിന്റെ അവസ്ഥകളാക്കി മാറ്റുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഹൃദയം തട്ടി നിങ്ങളോട് പറയാൻ, ബാപ്പാനോടും ഉമ്മാനോടൊക്കെ നമുക്ക് സ്നേഹം ഉണ്ടാവും, പക്ഷെ അതുപോലും ഒരു കച്ചവടത്തിന്റെ മനസ്ഥിതിയിലേക്ക് സമൂഹം വരുമ്പോൾ അള്ളാന്റെ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബ 34-ാമത്തെ ആയത്ത് നമ്മളോട് തന്നൊരു വാണിംഗ് ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും. ആ വാക്ക് ഹൃദയത്തിൽ കൊത്തിവച്ചു. നമ്മൾ വിചാരിക്കും ഇൽമുള്ള ആളുകളല്ലേ, പണ്ഡിതന്മാരല്ലേ, പുരോഹിതന്മാരല്ലേ. അല്ല പറയാ കുറച്ച് ആൾക്കാർ എന്നല്ല പറഞ്ഞില്ല, ഭൂരിപക്ഷം വരുന്ന ആളുകളും, മെജോറിറ്റി വരുന്ന ആളുകളും അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിച്ച് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ അവരെ തടഞ്ഞു വെക്കുന്നു എന്ന് അള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സുന്നത്തായ ഖബർ സിയാറത്തിനെ ആളുകളോട് പറയുന്നു, പുരോഹിതന്മാരില്ലാതെ വരാൻ പറ്റൂല. സാധാരണക്കാരെ പൈസ സംഘടിപ്പിച്ചിട്ടാണ് പോകുന്ന ആൾക്കാരുണ്ട്. റമദാനിന്റെ തൊട്ട് മുമ്പ് ഷാബാനിന്റെ അവസാനത്തിൽ ബറാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചൊക്കെ, ആളുകൾ ചീരണി ഉണ്ടാക്കി, കൈമടക്കുണ്ടാക്കി, ഉസ്താദുമാരെ കൂട്ടി ഖബർസ്ഥാനിൽ പോവാൻ ഒരു ദിനവും ആചാരവും ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്നേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാന്റെ ദീനിലെ ദൃഷ്ടാന്തമുണ്ട്. 90% പള്ളികളിലും ഖത്തീബുമാരും ഉസ്താദുമാരും സേവനം അനുഷ്ഠിക്കുന്നവർ പുറം നാട്ടുകാരായ ആളുകളാണ്. അവരാ നാട്ടിലെ നിവാസികളായിക്കൊള്ളുന്നില്ല. നാട്ടുകാരുടെ മുഴുവൻ വാപ്പാക്കും ഉമ്മാക്കും ബറാത്ത് രാവിനെ ദുആ ചെയ്തു കൊടുക്കാൻ ഉസ്താദ് ആ മഹലിൽ അസറിനിങ്ങനെ കാത്തുകെട്ടി കിടക്കുമ്പോൾ ആ ഉസ്താദിന്റെ നാട്ടിലെ, ഉസ്താദിന്റെ മഹലിലെ, ഉസ്താദിന്റെ ഖബർസ്ഥാനിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലേക്ക് എന്തുകൊണ്ട് ഇവരാരും പോവാതിരിക്കണേ? അവർക്ക് ഏറ്റവും കൂടുതൽ കടമയുണ്ടത് സ്വന്തം മാതാപിതാക്കളോടല്ലേ. അത് ഇസ്ലാമിലെ ചില വാണിഭങ്ങളെ തീർത്തത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസവും കാലും സമയമൊന്നും നിശ്ചയിക്കാനില്ല. നമ്മുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബറിന്റെ അടുക്ക് നമ്മൾ പോകണം, പോകണ്ടെന്നല്ല, പോകണം, സലാം പറയണം.
ഖബറിൽ കിടക്കുന്ന അവർക്ക് വേണ്ടി അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബർ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു പ്രവണത അള്ളാന്റെ ദീനിലില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര നിങ്ങൾ കെട്ടിപ്പുറപ്പെടല്ലേ. 3 പള്ളിക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര കെട്ടിപ്പുറപ്പെടാൻ പാടില്ല. ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറമാണ്, രണ്ടാമത്തെ പള്ളി മസ്ജിദുൻ നബവിയാണ്, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയാണ്. ഈ പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര കെട്ടിപ്പുറപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ചങ്ങരംകുളത്തിന്റെ ആളുകൾ ഇവിടെ വന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം കിലോമീറ്ററുകൾ അപ്പുറത്ത് പുത്തമ്പള്ളിയിലുണ്ടെന്ന് വിചാരിച്ച് അവിടേക്ക് യാത്ര കെട്ടിപ്പുറപ്പെടാൻ അനുമതി നമുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ അവകാശമുണ്ടെങ്കിൽ അത് മക്കയിലെ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണ്, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സയാണ്. അതല്ലാത്തൊരു യാത്രയില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മേഖലയാണ് ഇസ്ലാം ഖബറാരാധന എതിർക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറുകളെ ഉയർത്തിവെക്കാൻ, ഒരാളുടെ ഖബറുകൾക്ക് നമുക്ക് ഉയർത്തിവെക്കാനുള്ള അവകാശമില്ല. നമ്മൾ ഒരു അല്പകാലം പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമ്മളൊക്കെ കേട്ടിരുന്നൊരു വാക്കുണ്ട്, ജാറും പൊന്താൻ. നമ്മളൊക്കെ കേട്ടു, അവിടെ അങ്ങനെ മഹാന്റെ കറാമത്ത് കൊണ്ട് ഖബർ ഇങ്ങനെ പൊന്തി വന്നു എന്ന് നമ്മൾ കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുതുതലമുറകൾക്കൊക്കെ അറിയാം അത് പൊന്തിയതല്ല, പൊന്തിക്കലാണ്. ആരുടെ ഖബറും സ്വമേധയാ പൊന്തി വന്ന ചരിത്രങ്ങളൊന്നും എവിടെയില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, റആ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമ. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പരത്തപ്പെട്ടതായിട്ടാണ് കണ്ടത് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിലൂടെ കാണാൻ പറ്റും. അള്ളാന്റെ ഹബീബിന്റെ ഖബർ ഉയർത്തപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ ചാരച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുകളുണ്ട്. അതെവിടെയും ഉയർത്തപ്പെട്ടിട്ടില്ല. ഇല്ല. മാറ്റമില്ല. പല ആളുകളുടെ ഒക്കെ മനസ്സിലെ ധാരണ ഇന്നത്തെ സൗദിയുടെ ഭരണകൂടം വന്നിട്ട് അതല്ലെങ്കിൽ ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ടാണ് ഇതിനെ തകർത്തെറിഞ്ഞത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ 424-ാമത്തെ പേജിൽ ഷാഫി ഇമാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. വഉഹിബ്ബു അല്ലാ യബ്നി വലാ യുജസ്സസ ഖബറൻ അല്ലാ യുബ്ന വലാ യുജസ്സസ്. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കാതിരിക്കലും സിമന്റ് ഇടാതിരിക്കലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ആഡംബരത്തോടും അലങ്കാരത്തോടും സാദൃശ്യമാകുന്നതാണ്. മരണമെന്ന് പറഞ്ഞാൽ അതിനു പറ്റിയതായ സന്ദർഭമില്ല. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കാൻ പാടില്ല, സിമന്റ് ഇടാനും പാടില്ല. കാരണം മരണമെന്നുള്ളത് അതിനു പറ്റിയതായ സന്ദർഭമല്ല. എന്നിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അടുത്ത വാക്കെന്താണെന്നറിയോ? വലം അറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാറ മുജസ്സസ. അൻസാറുകളുടെയോ മുഹാജിറുകളുടെയോ ഖബറുകളെ സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ആരുടെ? അൻസാറുകളായ മുഹാജിറുകളായ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്ത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഏറ്റവും ശ്രേഷ്ഠരായ മുഹാജിറുകളായ അൻസാറുകളായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ആ മഹാരഥന്മാരായ സഹാബത്തിന്റെ ഖബറുകളെ സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് മദീനയിലെ ഖാദിയായിരുന്ന ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മഹാനായ ഇമാം മാലിക് ബിൻ അനസ് ദാറുൽ ഹിസറ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാരമായ അൽ മുവത്വ പഠിക്കാനായി കടന്നു വന്ന ഷാഫി ഇമാം ലോകത്തോട് പഠിപ്പിക്കുന്ന അധ്യാപനമാണ്. ആരുടെയും ഖബറുകളെ എടുപ്പുണ്ടാക്കാനുള്ള അവകാശങ്ങളെ, ഉയർത്തിവെക്കാനുള്ള അവകാശങ്ങളെ ഇല്ല. ഒരു ചാണ് വരെ മാക്സിമം ഉയർത്താൻ നമുക്ക് അനുവാദമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഉയർത്തിവെക്കുന്ന ഖബറുകളെ സ്വഹീഹ് മുസ്ലിം 979-ാമത്തെ നമ്പർ ഹദീസ്, അതുപോലെ തന്നെ 969-ഉം 970-ഉം ഹദീസുകളെ പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഒന്ന് 70-ാമത്തെ ഹദീസിൽ കാണാൻ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുജസ്സൽ ഖബറു വഅയ്യഖൂദ അലൈഹി വഅയ്യബ്ന അലൈഹി. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കുന്നത്, സിമന്റ് ഇടുന്നത്, അതിൻ്റെ മേലെ ഇരിക്കുന്നത് അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഹദീസിൽ അബുൽ ഹയ്യാജുൽ അസദി എന്ന് പറയുന്ന സഹാബിയോട്
അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശം കാണാം. അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ അദ്ദേഹത്തോട് ഏൽപ്പിച്ചു കൊടുക്കാൻ. അല്ലാ തദഅ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഉയർപ്പുണ്ടാക്കിയതായ ഖബറുകളെ തകർത്തിട്ടല്ലാതെ വിട്ടേച്ചു പോകരുത് എന്ന് അള്ളാഹിന്റെ മുത്ത് റസൂല് കൊടുത്ത നിർദ്ദേശം. ഉയർത്തിയ ഖബറുകളെ തകർത്തിട്ടല്ലാതെ വിട്ടേച്ചു പോകരുത്. ഇസ്ലാമിൽ ആരുടെയും ഖബറുകളെ എടുപ്പുണ്ടാക്കി വെക്കാനുള്ള ഒരു അധികാരം അള്ളാഹിന്റെ ദീനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഉയർത്തിവെച്ച ഖബറുകളെ തേടിപ്പോകുന്ന ആളുകളോട് അത് ഇസ്ലാം അനുവദിച്ചതല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ തേടിപ്പോകുന്നത്? നമ്മളുടെ മനസ്സിൽ ഓരോ ലക്ഷ്യങ്ങൾ വരാൻ, എൻ്റെ വേദനകൾ പറയാൻ, എൻ്റെ സങ്കടങ്ങൾ പറയാൻ. നോക്കേ, അള്ളാഹിന്റെ ഖുർആൻ ഹൃദയത്തിൽ തട്ടി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമില്ലേ? ചിന്തിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ, ഒരടിമക്ക് അല്ല പോരെ, അല്ല പോരെ നമുക്ക്? എന്തിനാ അള്ളാന്റെ പടപ്പുകളിലേക്ക് നമ്മളിത് പഠിപ്പിച്ച ഒരാൾക്കാരുണ്ടായിരുന്നു മുമ്പ്. അള്ളാന്റെ മുത്തനബി പറയാ, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബറൻ ബിശിബറിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ഫീ ജുഹരി ലബ്ബിൻ ലതബിഅതുമൂഹും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പൂർവികരെ നിങ്ങൾ പിന്തുടരുന്നാൻ. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലൂടെ കയറിപ്പോയാൽ അതുപോലും നിങ്ങൾ അനുകരിച്ചുകൊണ്ട് കടന്നു പോകും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, അവർ ജൂത ക്രിസ്ത്യാനികളാണോ? അവരില്ലാതെ പിന്നെ ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയത് അവരാണ്, എടുപ്പുണ്ടാക്കിയവർ അവരാണ്, പടുത്തുയർത്തിയവർ അവരാണ്. അവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിന്തുടരുന്നാൻ. മറ്റൊരു ഹദീസിൽ പറഞ്ഞ എന്തെന്നറിയോ? ഒരു കാലിന്റെ ചെരുപ്പിനോട് മറ്റേ കാലിന്റെ ചെരുപ്പ് യോജിക്കുന്ന പോലെ. വല്ലാത്തൊരു വാക്കാത്. ഒരേ കമ്പനിയുടെ, ഒരേ ബ്രാൻഡിന്റെ ഒരേ ചെരുപ്പിൽ ഒന്ന് കുറെ കാലം ഉപയോഗിച്ച് കേടുവന്നാൽ ആ ചെരുപ്പ് മാറ്റി പുതിയൊരു ചെരുപ്പ് എടുച്ചാൽ പോലും രണ്ട് കാലിന്റെ ചെരുപ്പ് മേച്ചാവില്ല. ഒരേ കമ്പനിയുടെ ചെരുപ്പ് ഉപയോഗിച്ച കാലം. കാരണം എന്താണ്? ഒന്ന് ഉപയോഗിച്ച് പഴകിയതാണ്, ഒന്ന് പുതിയതാണ്. നേരെ മറിച്ച് നിങ്ങളൊക്കെ അതേപോലെ രണ്ട് ചെരുപ്പുകൾ സമമാകുന്നത് പോലെ നോക്ക്. അവിടെ തേയ്മാനത്തിന്റെ വിഷയത്തിലും ഉപയോഗത്തിന്റെ വിഷയത്തിലും രണ്ട് കാലിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ സമമാകുന്ന പോലെ ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ സമമാകുന്നാൻ. അവിടേക്ക് നമ്മൾ എത്തിച്ചില്ലേ? ഞാൻ നിങ്ങളോട് വേറൊന്നും പറയല്ല, സാധാരണ മനുഷ്യനോട് ചിന്തിക്കുന്നവരോട് നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഒരു മുസ്ലിമായ മനുഷ്യൻ ചോദിക്കാൻ, ഏതെങ്കിലും ഇന്ന് നമ്മളുടെ തൊട്ടപ്പുറത്ത് വേദന ഉണ്ട് നിങ്ങളോട് പറയണതാണ്. ഈ പൊന്നാനിയുടെ തീരത്തൂടെ നടക്കുമ്പോൾ മുനമ്പത്തെ ബീവി എന്ന് പറഞ്ഞിട്ടൊരു ബീവിനെ ആരാധിക്കുന്ന, അവിടെ പോരിശ കാണുന്ന ആളുകളുണ്ട്. ഞാൻ ഈ ഖുർആനിലെ ആയത്തൊന്ന് ഹൃദയത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രം പറയാ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളോട് പറയാൻ. ആ മുസ്ലിമായ മനുഷ്യനോട് ഒരു ക്രിസ്ത്യാനി ചോദിക്കാണ്, മറിയം ബീവിനെ പറ്റിയിട്ട് അള്ളാന്റെ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. ആ മനുഷ്യൻ പറയും, ഖുർആനിലുണ്ട്. 19 അധ്യായത്തിന്റെ പേര് പോലും സൂറത്ത് മറിയം എന്നാൽ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും മറിയം ബീവി ഉണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിൽ മറിയം ബീവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അവർ ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെയും മറിയം ബീവി ഉണ്ട്. എന്നാൽ ആ ക്രിസ്ത്യാനിയായ സുഹൃത്ത് ചോദിക്കാണ്, മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് എനിക്ക് തേടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം എന്ന പേരുള്ള ആള് പറയും തേടാൻ പാടില്ല. എന്നിട്ട് അവനെതിരെ നിസ്കാരത്തിൽ നമ്മൾ പറയാ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്നാ ചോദ്യം നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കേ. മുനമ്പത്തെ ബീവിയെ പറ്റി അള്ളാന്റെ ഖുർആനിൽ പരാമർശമുണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലോ അവിടെയില്ല, ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെയില്ല. എന്നാൽ മുനമ്പത്തെ ബീവിയെ രക്ഷിക്കണം ചോദിക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമില്ല. അവരുടെ ഖബറിങ്ങ തേടി പോകാൻ പറ്റുമോ? അതിന് നമുക്ക് പ്രശ്നമില്ല. അതാണ് അഹ്ലുസ് സുന്ന നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാന്റെ ഖുർആനിൽ 3-ാം അധ്യായത്തിലെ 36, 37, 38 ആയത്തുകളിൽ കൃത്യമായ കറാമത്ത് കൊണ്ട് മഹദിയായ ബീവിയാണ് മറിയം ബീവി എന്ന് അള്ളാഹു വാഴ്ത്തി പറഞ്ഞ് ആ മറിയം ബീവിയോട് തേടാൻ അള്ളാന്റെ ദീനിൽ അനുവാദമില്ലെങ്കിൽ ഒരു ബീവിമാരോടും തേടാൻ നമുക്ക് അനുവാദമില്ലെന്ന യാഥാർത്ഥ്യം, ഒരാളുടെ ഖബറിനെയും ആരാധന കേന്ദ്രമാക്കി വെക്കാൻ നമുക്ക് അവകാശമില്ലെന്ന ബോധ്യം നമ്മളിലൂടെ കടന്നു വരണം. പ്രിയമുള്ളവരെ, അവിടെ പോകുന്നത് എന്തിനാണ്? സങ്കടങ്ങളെ പറയാനാൻ. പടച്ചോനില്ല നമുക്ക്, അല്ലല്ലേ നമുക്ക്. നമ്മൾ വിചാരിക്കുന്നു അവർ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുമെന്നാണോ? നമ്മളുടെ മനസ്സുകളെ കേൾക്കുമെന്നാണോ? പ്രിയമുള്ളവരെ, എല്ലാ ദൃശ്യവും അദൃശ്യവും അറിയാൻ, എല്ലാം കേൾക്കാൻ, എല്ലാറ്റിനും ഉത്തരം നൽകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഞാനൊരു ഖുർആനിലെ ആയത്ത് നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ആ ആയത്ത് മതി ഈ വിഷയത്തെ വ്യക്തമായി ഒന്ന് തിരിയാൻ.
ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 19 മുതൽ 22 കൂടി ആയത്ത് അല്ലാഹ് പറയാ, വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്നവരും കാണാത്തവരും സമമാവുകയില്ല. വലല്ലുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും എന്നുള്ളതും സമമല്ല. വലല്ലില്ലു വലൽ ഹറൂർ, വെയിലും തണലും എന്നുള്ളതും സമമല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. എന്തീ പറഞ്ഞത്? ഈ 4 ആയത്ത് എന്താ പറഞ്ഞത്? കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ല, ഇരുട്ടും വെളിച്ചവും സമമല്ല, വെയിലും തണലും സമമല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. നമ്മൾ ആരെങ്കിലും പറയോ ഈ 4 കാര്യം സമമാണെന്ന്? സമമല്ല. സമമല്ലെങ്കിൽ 4-ാമത്തെ ആയത്തിന് വഖഫില്ല. കണ്ടിന്യൂ ചെയ്ത് അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹ് കേൾപ്പിക്കുന്നു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, നബിയേ റസൂലേ താങ്കൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കുകയില്ല. ഏതുപോലെ? അല്ലാഹ് കേൾപ്പിക്കുന്നു, റസൂൽ കേൾപ്പിക്കില്ല. രാവും പകലും സമമല്ലാത്ത പോലെ, കണ്ണു കാണുന്നവനും കാണാത്തവനും സമമല്ലാത്ത പോലെ, വെയിലും തണലും സമമല്ലാത്ത പോലെ, ഇരുളും വെളിച്ചവും സമമല്ലാത്ത പോലെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ലാത്ത പോലെ അല്ലാഹ് കേൾപ്പിക്കും, റസൂലുള്ള കേൾപ്പിക്കില്ല. ഇതെന്റെ തഫ്സീറല്ല, ഈ ആയത്തിന്റെ തഫ്സീറാണ്. വന്നബിയു ലാ തുസ്മിഉൽ മൗതാ വഖുബ്ബിറ, റസൂലേ താങ്കൾ മരിച്ചുപോയവരെ, ഖബറിൽ മറമാടപ്പെട്ടവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല, പക്ഷെ അല്ലാഹു കേൾപ്പിക്കുന്നു. നമ്മൾ എന്തിനാ പോയത്? കേൾപ്പിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ സങ്കടങ്ങൾ പറയാൻ പോയതാണ്. പ്രിയമുള്ളവരെ, അവരെ കേൾപ്പിക്കാൻ. ഖബറിൽ കിടക്കുന്ന ഒരു മോശക്കാരാണെന്നല്ല കേട്ടോ, അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് സ്ഥാനവും മഹത്വം ഒക്കെ ഉണ്ട്. പക്ഷെ അവരോട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അത് കേട്ടിട്ട് നമുക്ക് ഉത്തരം നൽകുന്നവരുമല്ലവർ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട, ആളുകളെന്ന് ചിന്തിക്കുന്നത് എൻ്റെ വിഷമങ്ങൾ അറിയും, എൻ്റെ കാര്യങ്ങളൊക്കെ അവർ തീർക്കും, എത്രത്തോളം എന്നിൽ നിന്ന് വേർപെട്ടു പോയി എൻ്റെ വിട പറഞ്ഞവരെ വരെ തിരിച്ചു തരാൻ അവർക്ക് കഴിവുണ്ടെന്ന് കരുതിയിട്ടാണ് പല ആളുകളും. അത്ര വരെ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ആളുകളോട് പഠിപ്പിക്കണം അങ്ങനെയാണ്. ആളുടെ ഭാര്യ മരിക്കണു, ആൾക്ക് ഇഷ്ടമില്ല, പോയി സങ്കടം പറഞ്ഞു, ഉടനെ തന്നെ മരിച്ച ആളെ തിരിച്ച് ഹയാത്തോടെ കടന്നു വരുന്നു. അതുപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന ആളുകൾ വന്നിട്ട് മോർച്ചറിയുടെ ഡോറ് വരെ ചവിട്ടി പുറച്ചിട്ട് മരിച്ചു കിടക്കുന്ന ആളെ ജീവനോടെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടൊരു പേരുണ്ടായിരുന്നു, വാലക്ഷമൻ എന്ന. ഒരു ബാപ്പാക്കും താങ്ങാൻ കഴിയാത്ത, നമ്മുടെ കോതണിലെ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, മുത്തുനബിയെ അങ്ങോട്ട് വിദ്വേഷം വെക്കുന്നവരാരോ അവരാണ് വാലക്ഷവരെന്ന് അല്ലാഹ് പറഞ്ഞു. എന്താ ആയത്തിന്റെ കാരണം? മുത്തുനബിയുടെ ആൺമക്കളൊക്കെ മരിച്ചുപോയപ്പോഴാണ്. പൊന്നുമോൻ ഇബ്രാഹിം, അവിടുത്തെ ഖാസിം, അവിടുത്തെ അബ്ദുള്ള ഒക്കെ ഇവിടെ പറഞ്ഞില്ലേ? അവിടെ നിന്ന് അവസാനത്തെ ആൺതരി ഇബ്രാഹിം, മാരിയത്തുൽ കിബ്തിയായിലോടുണ്ടായിരുന്ന പൊന്നുമോൻ, ലോകത്തോട് ഇവിടെ പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞില്ല, മോനെ ഇബ്രാഹിം ഒന്ന് എണീക്ക് മോനെ. ആളുകൾ എന്നെ വിളിക്കുന്നത് കണ്ടില്ലേ? പ്രിയമുള്ളവരൊരു ബാപ്പാന്റെ മകൻ മരിച്ചിട്ട് ആ ജനാസ മറവ് ചെയ്തിട്ടില്ല. പൊന്നുമോന്റെ ജനാസ മടിയിൽ വെച്ചിരിക്കുമ്പോഴാണ് സാന്ത്വനിപ്പിക്കണ്ട, സമാധാനിപ്പിക്കണ്ട, ഒന്ന് കുത്തി നോവിക്കാതിരുന്നുകൂടായിരുന്നു അവർക്ക്. ആ മകൻ മരിച്ച വാപ്പാന്റെ മുഖത്ത് നോക്കി പരമ്പര മുറിഞ്ഞില്ല മുഹമ്മദേ, വാല് മുറിഞ്ഞില്ല മുഹമ്മദേ എന്ന് പറയുമ്പോ അല്ലാഹ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോനെ ഇബ്രാഹിം ഒന്ന് എണീക്ക് മോനെ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പോലും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട മകള് സൈനബിന്റെ മകൻ ലോകത്തോട് മരണത്തിന്റെ പടച്ചിലപടക്കുമ്പോ അള്ളാഹിന്റെ ഹബീബിനെ വിളിപ്പിക്കാണ് കടന്നു വന്നു. മുത്തുനബിയുടെ കയ്യിലാണ് ജീവിതത്തിന്റെ ഒടുക്കത്തെ പടച്ചിൽ. ആ മകൻ ഇവിടെ പറയുമ്പോ കണ്ണ് നിറഞ്ഞൊലിച്ചു, ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യമാണ്, കണ്ണീര് കാരുണ്യമാണ്, ശബ്ദമുണ്ടാക്കി കരയരുതേ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ഒന്ന് എണീക്ക് മോനെ എന്ന് അള്ളാഹിന്റെ മുത്ത് റസൂല് പറഞ്ഞില്ല. അവിടെ നിന്ന് മാസങ്ങൾ കടന്നില്ല. പൊന്നുമോള് സൈനബുൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരു പാപ്പ എന്ന വികാരം മകളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ലോകത്തിന്റെ പ്രവാചകൻ. എന്റെ സൈനബിനെ സോപ്പും താളിയും ഉപയോഗിച്ച് കുളിപ്പിക്കണേ, എന്റെ സൈനബിനെ ഒറ്റയായി കുളിപ്പിക്കണേ, എന്റെ സൈനബിനെ ഇന്ന രൂപത്തിലൂടെ കഫൻ ചെയ്യണേ എന്ന് ഒരു പിതാവ് ചങ്കുപൊട്ടി പറഞ്ഞത് ലോകത്തിന്റെ ചരിത്രങ്ങളിലൂടെ കാണാം. എണീക്ക മോളെ സൈനബേ, ബാപ്പാന്റെ മോളെന്ന് എണീറ്റ് വാ. അള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല?
അങ്ങനെ ഒരു കഴിവ് അവർക്കുണ്ടാകുമായിരുന്നെങ്കിൽ അള്ളാന്റെ ഹബീബ് എണീപ്പിക്കുമായിരുന്നില്ലേ? ഇല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വക വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ സമീപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അലൈസല്ലാഹു ബികാഫിൻ അബദ, അടിമക്ക് അല്ല പോരെ? ഖബറിൽ കിടക്കണോര് പലതരത്തിലുണ്ടാകാം. അത് അവരും അള്ളാഹും തമ്മിൽ അള്ളാന്റെ ഔലിയാക്കളുണ്ട്, സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. അവർ അള്ളാന്റെ മിത്രങ്ങളായി മാറിയാൽ അള്ളാഹു അതിനുള്ള ഉന്നതമായ സ്ഥാനം അവർക്ക് കൊടുക്കും. ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു അവർക്ക് കറാമത്തുകൾ നൽകും. ഒരുപക്ഷെ മരണശേഷവും അവർക്ക് അനിവാര്യമായി വന്നാൽ കറാമത്തുകൾ ഉണ്ടായേക്കാം. ഇസ്ലാമിലുള്ള അധ്യാപനമാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആളുകൾ ഇങ്ങനെ പറയുന്ന അവിടെ കറാമത്തില്ലേ, മഹത്വമില്ലേ, ശ്രേഷ്ഠതയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരേണ്ട എന്തെന്നറിയോ? കറാമത്തുണ്ടെങ്കിൽ ഞാൻ തേടേണ്ടത് അള്ളാഹിനോടാണ് എന്നൊരു ബോധ്യം. എൻ്റെ വക വെറുതെ പറയല്ല കേട്ടോ. 19 അധ്യായത്തിന്റെ സൂറത്ത് മറിയം ഒന്ന് ഓതി നോക്കി നിങ്ങൾ. അതിന്റെ തുടക്ക ഭാഗം അല്ലാഹ് പറയാ, കഫ്ഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا. സക്കരിയ അലൈഹിസ്സലാം വളരെ രഹസ്യമായി അള്ളാഹിനോട് തേടുന്ന ഒരു രംഗമുണ്ട്. സക്കരിയ നബി ആരെന്നറിയോ? മക്കളില്ലാതെ പ്രയാസപ്പെട്ട ഒരു നബി. വഹനൽ അൽമു മിന്നി വശഅല റഅസു ശൈബ, എൻ്റെ മുടി നരച്ചു പോയല്ല, എല്ലാം ദുർബലമായി. വകാനതി ഇംറഅതി ആകിറ, എൻ്റെ ഭാര്യ ഒരു വയോവന്യകയായിട്ടുണ്ട്, ഇനി ഒരു മക്കളുണ്ടാവില്ലല്ലോ. എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ നിന്നോട് തേടി എന്നുള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യം കെട്ടു പോയിട്ടില്ല എന്ന് ആ പ്രവാചകൻ പറയാ. നിങ്ങൾ ആലോചിക്കുക, ആ സക്കരിയ നബി പള്ളിക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ പള്ളിയുടെ മിഹ്റാബിൽ വലിയ ചൊല്ലാഹി മറിയം ബീവി അല്ല ഇറക്കി കൊടുത്ത പഴം തിന്നുന്നു. ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 36, 37, 38 ആയച്ചാണ്. ഈ പഴം ഇങ്ങനെ തിന്നുന്ന കണ്ടപ്പോൾ സക്കരിയ നബി ചോദിച്ചു, മറിയമേ ഇതെവിടെ നിന്നാണ്? മറിയം ബീവിയുടെ വിനയമുള്ളൊരു മറുപടി ഉണ്ട്. ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അല്ല തന്നതാണ്. 916 കറാമച്ചാൻ. സക്കരിയ നബി, അല്ലയോ മറിയം ബീവിയെ, എനിക്കൊരു കുട്ടീനെ തരണേന്ന് തേടിയില്ല. മറിയം ബീവിക്ക് അല്ല കൊടുത്ത കഴിവുകൊണ്ട് ഒരു കുട്ടിയെ തരണേന്ന് തേടിയില്ല. മറിയം ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഒരു കുട്ടിയെ തരണേന്ന് തേടിയില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ച് അപ്പോ അതേ സന്ദർഭത്തിൽ സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? സക്കരിയ നബി കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ അവിടെ നിന്ന് മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത്, ആ റബ്ബിനോട് തേടി. കറാമത്ത് കണ്ടോരോട് തേടിയില്ല. കറാമത്തിന്റെ ഉടമസ്ഥനാരാ? അല്ലാഹുവാൻ. ഒരു വലിയ ഒരു കറാമത്ത് പ്രകടമായാൽ തന്നെയും ആ കറാമത്തിന്റെ യജമാനനായ അല്ലാഹുവോട് തേടണമെന്ന് ഇസ്ലാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കറാമത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ആളുകൾ, കുട്ടികളില്ലേ എവിടൊക്കെ പോരെ, മക്കളില്ലേ അവിടെ പോയി തൊട്ടിൽ കെട്ടിക്കൊടുത്തോ. ഇബ്രാഹിം നബിയും സക്കരിയ നബിയും നിരന്തരമായി മക്കളില്ലാതെ വന്നപ്പോഴും അള്ളാഹിനോട് തേടിയില്ലേ? അതുകൊണ്ട് ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കുന്ന അവസ്ഥകളിലേക്ക് മാറാതെ ഇസ്ലാമിലെ സുന്നത്തായ ഖബർ സിയാറത്തിനെ നിലനിർത്തുക. ഖബറിൻ്റെ അവിടെ പോവുക, സലാം പറയുക, ഖബറിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഈ യാത്ര ചെയ്യുന്ന, പുണ്യം തേടി പുറപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വ ഉസ്സല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്, ഖബറാരാധനയില്ല. ഖബറാരാധനയ്ക്ക് കാരണമാകുന്ന വസ്തുതകൾ നമ്മളിങ്ങനെ ചില ആളുകൾക്ക് പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഖബറുകളെ തേടി യാത്ര തിരിക്കലാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിൻ്റെ ദീനിൽ ഔലിയാക്കളുണ്ട്. 10 അധ്യായം 60-61 ആയത്ത് അള്ളാഹുവിനെ മിത്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകളുണ്ടെന്നും അവർക്ക് ദുഃഖിക്കാനും ഭയപ്പെടാനും ഇല്ലെന്നും അവർ അള്ളാഹുവിനോട് സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകളാണെന്നും അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ആരുടെയും ഖബറിനൊരു എടുപ്പുണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല.
അതുപോലെ തന്നെ നിലവിളക്കുകൾ കൊളുത്തി വെക്കുന്ന സമ്പ്രദായം പാടില്ല. അഗ്നി ആരാധനയെ ഇസ്ലാം വിലക്കിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉസ്താദുണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി. അദ്ദേഹം അസ്സവാദിർ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, വയജിബു ഇസാലതു കുല്ലു ഖിൻദീലിൻ ഔ സിറാജിൻ അലാ ഖബർ വലാ യസിഹു വഖഫുഹു വനദറുഹു. ഖബറുകളുടെ മേലെയുള്ള വിളക്കുകളാണോ നിലവിളക്കുകളാണോ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അതിനെ വഖഫ് ചെയ്യലോ നേർച്ചയാക്കലോ സ്വഹീഹല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഇത്രയും ലൈറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് പോലും ആളുകൾ എന്ത് ചെയ്യും? നിലവിളക്ക് കൊണ്ടുപോയിട്ട് അത് നേർച്ചയാക്കുന്ന ആളുകളുണ്ട്, വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ തിരികെത്തിക്കുന്ന ആളുകളുണ്ട്. നമുക്കതിന് ഒരിക്കലും തന്നെ അവകാശമില്ല എന്നുള്ളത് നമ്മുടെ അഗ്നി ആരാധനയുടെ ചിഹ്നമാണ് നിലവിളക്കെന്ന് പറയുന്നത്. ഇതും ഇസ്ലാമിൻ്റെ പേരിലാണ് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരം പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് സത്യം ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സത്യം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ പറ്റുള്ളൂ. ലാ തഹ്ലിഫ് ബിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്യരുത് എന്ന് പ്രവാചകന്റെ വാക്ക് പറഞ്ഞു കൊടുത്തത് എപ്പോഴാണെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞില്ല, വൽ കഅബ, ഒരിക്കലുമല്ല, ഈ കഅബ തന്നെയാണ് സത്യം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഹ്ലിഫ് ബിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബിഗൈരില്ല ഫഖദ് കഫറ ഔ അശ്റക, ആര് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തോ അവൻ കുഫറാണ് ചെയ്തത്, അതല്ലെങ്കിൽ ഷിർക്കാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇന്ന മഹാനാണ് സത്യം, ഇന്ന മൂപ്പരാണ് സത്യം. അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യും. ആള് നോർമലി പറയും പഠിച്ചവനാണേ. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ 3 ഖുത്ബ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അമിതമായി അധികരിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അമിതമായ സത്യം. എന്നാൽ പോലും അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല. നമ്മൾ പറയും ഇന്ന മൂപ്പരെ കൊണ്ട് സത്യം ചെയ്യുക പറഞ്ഞാൽ ഉള്ളിലൊരു പേടി വരാൻ. അള്ളാഹിനേക്കാളും പേടി പടപ്പുകളിലേക്ക് ആരെ കൊണ്ടും പാടില്ല. ചില ഉമ്മാരൊക്കെ പറയും, എൻ്റെ മടി കിടക്കണ കുട്ടി എന്നെ സത്യം, അവൻ്റെ വാപ്പന്നെ സത്യം, എൻ്റെ ഉമ്മന്നെ സത്യം. നമുക്ക് പറയാൻ അവകാശമില്ല. അള്ളാഹു അല്ലാത്ത ആരെക്കൊണ്ടും സത്യം ചെയ്യരുത്. അതുകൊണ്ട് ഇത്തരം അവസ്ഥകളിലൊക്കെ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഖബറാരാധനയുടെ മേഖലകളെ തീർച്ചും ഒഴിവാക്കി ഒന്നുകൂടെ ആവർത്തിച്ചു പറയാൻ ഖബർ സിയാറത്തുകൾ അധികരിപ്പിക്കുക. നമ്മളുടെ നാട്ടിലെ ഖബർസ്ഥാനുകളിലൊക്കെ നമ്മൾ ചൊല്ലുക, സലാം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ കൈപിടിച്ച് ശീലിപ്പിക്കുക. വാപ്പാൻ്റെ ഖബറിലൊക്കെ പോകുമ്പോൾ മക്കളുടെ കൈയൊന്ന് കൂടെ പിടിക്കുക. അല്ലേ, അവർ പഠിക്കില്ലേ? നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, നാളെ ഞാൻ ഇതുപോലെ 6 മണ്ണിൽ കിടക്കേണ്ടവനല്ലേ, നാളെ ഞാനും ഇതുപോലെ മണ്ണിൽ കഴിയേണ്ടവനല്ലേ, എൻ്റെ ബർസഖിനെ ഓർക്കാൻ, എൻ്റെ ഖബറിനെ ഓർക്കാൻ, എൻ്റെ പരലോകത്തെ ഓർക്കാൻ ആ സുന്നത്തായ ഖബർ സിയാറത്തുകളിലേക്ക് കടന്നു വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം ഖബർ ആരാധനകളിൽ നിന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ പ്രത്യേകം ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഒരുപക്ഷെ നമ്മളുടെ സംശയങ്ങൾ വരെ നമുക്ക് ചോദിച്ചു തീർക്കാനുള്ള പണ്ഡിതന്മാർ നിരന്നിരിക്കുന്നൊരു അവസരം ഇൻഷാ അല്ലാഹ് നാളെ ഈവനിങ്ങിൽ ഇവിടുത്തെ പുത്തമ്പള്ളിയിൽ വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ പങ്കെടുക്കാം. നമ്മളുടെ സംശയങ്ങൾ ചോദിക്കാൻ കഴിയാവുന്ന അവസരം കിട്ടുന്നവർക്ക് ചോദിക്കാം. വിഷയങ്ങളെ പഠിക്കാൻ സാധിക്കും. ആളുകൾ ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്ക്, ഈ ഖബറിൽ കിടക്കുന്നവരെ വാഴ്ത്തി നിങ്ങൾക്കറിയോ, ലോകം നിയന്ത്രിക്കുന്നവർ ഇവരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അവർ പടച്ചവരാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ഇതൊന്നും സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. ഘട്ടം ഘട്ടമായിട്ട് കടന്നു വന്ന 10 ഘട്ടങ്ങളിലൂടെയാണ് ഈ വിശ്വാസത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിനേക്കാളും സ്ഥാനം ഇപ്പോൾ നമ്മൾ ആരും അറിയണില്ല. ലോകത്തൊരു സമയത്ത് ഇത്ര ഔലിയാക്കലുണ്ട്, അവരുടെ മുകളിലേക്ക് ഇത്ര കാറ്റഗറിയുണ്ട്, അതിൻ്റെ ടോപ്പിലേക്ക് 300 ഉണ്ട്, 700 ഉണ്ട്, 300 ഉണ്ട്, അതിൻ്റെ ടോപ്പിലേക്ക് 7 ആളുകളുണ്ട്, അതിൻ്റെ ടോപ്പിലേക്ക് 3 ആളുകളുണ്ട്, അതിൻ്റെ ടോപ്പിലും ഒരാളുണ്ട്. ആ ടോപ്പിലുള്ള ആളാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസങ്ങളെ സമൂഹത്തിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീനും യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ, ഒരുപക്ഷെ നമ്മളിലേക്കും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലേ, വീടിൻ്റെ പണി തീരണില്ലേ, കച്ചവടമൊന്നും ഡെവലപ്പായി വരണില്ലേ, ഇന്ന സ്ഥലത്തൊന്ന് പോയി നോക്കുന്ന ഉപദേശിക്കാൻ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ഉണ്ടായേക്കാം. വീട്ടിൽ നിന്ന് രോഗങ്ങൾ പലപ്പോഴും കടന്നു വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വരെ കാതുകളിലേക്ക് മന്ത്രങ്ങൾ കടന്നു വന്നേക്കാം. ദീനറിയാത്ത നമ്മൾ ഒരുപക്ഷെ പെട്ടുപോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ദീന് പഠിക്കാൻ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ, പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ എവിടെയും പഴിചാരാതിരിക്കാൻ, എല്ലിൽ നിന്ന് മാംസം മുതിർന്ന് വീഴുന്ന രോഗം വന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം ക്ഷമയുടെ നെല്ലിപ്പടി കാണുമ്പോഴും 13 18 ഒക്കെ
ഖുർആനിൻ്റെ തഫ്സീറുകളിൽ കാണാൻ പറ്റും. അയ്യൂബ് നബിയുടെ വിഷയത്തിൽ സൂറത്ത് അംബിയായിൻ്റെ 84-ാമത്തെ ആയത്തിൻ്റെ തഫ്സീർ കാണാം. 13 കൊല്ലോ 18 കൊല്ലോ ഈ രോഗമൊക്കെ വരുമ്പോഴും ക്ഷമാപൂർവ്വം നേരിട്ട് ഒരു പരീക്ഷണം എന്താണെന്ന്, മക്കളില്ലാത്ത അവസ്ഥകൾ എന്താണെന്ന്, ആരോടെങ്ങനെ തേടണമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.